ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം തമ്മിൽ സ്നേഹിക്കുക എന്നുള്ള പ്രമാണം ഏറ്റവും പ്രധാനമാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇന്ന് വിശ്വാസികളിൽ നിന്ന് അറ്റുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവസ്നേഹം എന്നുള്ളത്. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ ഇവിടെ പട്ടിമറ്റത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് താനും മോളുമായിട്ട് താമസിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോവും, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ പണ്ടൊരു ചർച്ചിലായിരുന്നു, ചർച്ചഫോർഡിലായിരുന്നു. ഇപ്പോൾ താൻ IPCയിൽ ഒരു ചർച്ചിൽ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ആരെങ്കിലും വരാറുണ്ടോ? ആരും വരാറില്ല. ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ആരും അന്വേഷിക്കാറില്ല. താൻ കഷ്ടതയുടെ തീച്ചുളിയിലൂടെ പോവുക. ആരെങ്കിലും ഒന്ന് സഹായിക്കാറുണ്ടോ? ആരും ഒന്നും സഹായിക്കാറുമില്ല. എന്താ കാര്യം? വിശ്വാസികളിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു. 10 ചക്രമുള്ളവരെ സ്നേഹിക്കാൻ ഇഷ്ടം പോലെയുണ്ട്. കാശിന് പോക്കില്ലാത്തവനെ സ്നേഹിക്കാൻ ആരുമില്ല. പാസ്റ്റർമാരും വിശ്വാസികളുടെയും ഗതി അത് തന്നെ. 10 ചക്രമുള്ളവെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായി, ഇടപാടായി, ഫോൺ വിളിയായി. പണവും പേരും പ്രശസ്തിയും ഒന്നും ഇല്ലെങ്കിൽ ഫോൺ വിളിയില്ല, സ്നേഹവും ഇല്ല, ഒന്നുമില്ല. പൗലോസ് ഉപദേശം പറയുമ്പോൾ ദരിദ്രരെ നിങ്ങൾ ഓർത്തുകൊള്ളേണം, ദരിദ്രരെ ഓർത്തുകൊള്ളേണം. യേശു കർത്താവ് ഈ പലസ്തീൻ നാട്ടിൽ ഒരു ഗതിയില്ല, പരഗതിയില്ലാതെ കിടന്ന മീൻ പിടിക്കുന്നവരുടെ അടുക്കൽ എന്തിനാ വന്ന്? ഏറ്റവും പാവം പിടിച്ചവരാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. പൗലൂസിനെ ദൈവം ദർശനം കൊടുത്തു കൊണ്ടുവന്നത് വേറെ വിഷയം. ബാക്കി 11 അപ്പോസ്തലന്മാരും അവർ കഷ്ടതയുടെ തീച്ചുള്ളിലൂടെ പോകുന്നവരാ. ചില സമയത്ത് മീൻ കുറച്ച് കിട്ടും, ചില സമയത്തൊന്നും കിട്ടത്തില്ല. കിട്ടിക്കഴിയുമ്പോൾ കിട്ടിയ കാശെല്ലാം 2 ദിവസം കൊണ്ട് അടിച്ച് പിരിക്കും. കാരണം ഞങ്ങൾക്ക് ചേർത്തലയിൽ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെയുള്ള വിശ്വാസികളുടെ അവസ്ഥയായി പറയുന്നത്. 10 ചക്രം കിട്ടുമ്പോൾ അതെല്ലാം അപ്പം തന്നെ അടിച്ച് തീർത്തിട്ട് കാശില്ലാതെ വരുമ്പോൾ അവിടെ ഇവിടെയും ചോദിച്ചു കിടക്കുക. അതവരുടെ അവസ്ഥ. സാമ്പത്തികത്തിൻ്റെ പാഠങ്ങൾ അവർക്കറിയത്തില്ല. എക്കണോമി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നമ്മൾ ആഴത്തിൽ ഗ്രഹിക്കണം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു, അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അപ്പം നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. അത് ഏറ്റവും വലിയ പ്രമാണമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് ഉള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾക്ക് എഴുതുന്നു. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. സ്തോത്രം. 8-ാം വാക്യം, പുതിയ കൽപ്പന എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു. വായിച്ചാട്ടെ. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവൻ ഇന്നോളം ഇരുട്ടിലിരിക്കുന്നു. വേറൊരു സബ്ജക്റ്റിലേക്ക് തിരിയുകയാണ് 7-ാം വാക്യം മുതൽ. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്ക് പഴയ കൽപ്പന എത്ര ഞാൻ എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം. അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പഴിക്കുകയും ചെയ്യുന്നവനെല്ലാം ഇരുട്ടിലിരിക്കുന്നു. യോഹന്നാൻ്റെ ഒരു പ്രത്യേക പഠിപ്പിക്കലാണ്, സഹോദരനെ പഴിക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, സഹോദരനെ പഴിക്കുന്നവൻ കൊലപാതകൻ. യാതൊരു കൊലപാതകൻ്റെ ഉള്ളിൽ നിത്യജീവൻ വസിച്ചിരിപ്പില്ല. അത് യോഹന്നാൻ്റെ ഒരു പഠിപ്പിക്കല, യോഹന്നാൻ അപ്പോസ്തലൻ്റെ പഠിപ്പിക്കല. യോഹന്നാൻ അപ്പോസ്തലൻ്റെ പഠിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ഈ കർത്താവിൻ്റെ പഠിപ്പിക്കലാണത്. സ്തോത്രം. സഹോദരനെ പഴിക്കുന്നു, ഇന്നോളം ഇരുട്ടിലിരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. സഹോദരനെ പഴിക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടിൽ നടക്കുന്നവൻ എന്താ? അതിൻ്റെ പ്രത്യേകത എന്താ? എവിടെയെങ്കിലും ചെന്ന് തട്ടി തടഞ്ഞ് കയ്യും കാലും ഒക്കെ പൊട്ടി അല്ല കുഴിയിലൊക്കെ വീണ് ചാകും. ഇരുട്ട്. ഇനി ഇരുട്ടെന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇരുട്ട് സാത്താനെ കാണിക്കുന്നു.
ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ സാത്താൻ്റെ പ്രവൃത്തികളാണ്. ആത്മീയ അന്ധതയിൽ നമ്മൾ ഇരുന്നാൽ നമ്മൾ സാത്താൻ്റെ കൈകളിലെ ഉപകരണങ്ങളായി തീരും. മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടോ. മത്തായി 4:14. 14 14:15. സെബുലൂൻ നാഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. 3 സ്ഥലങ്ങളെക്കുറിച്ചുകൂടെ പറയുന്നുണ്ട്. സെബുലൂൻ ദേശം, നാഫ്താലി ദേശം, കടൽക്കരയിലെ യോർദാൻ നാടും ജാതികളുടെ ഗലീല. 4-5 പ്രദേശങ്ങളെക്കുറിച്ചുകൂടെ പ്രതിപാദിക്കുന്നുണ്ട്. അവർ ഇരുട്ടിലിരുന്ന ജനമാണ്. ആത്മീക അന്ധതയിൽ, സൂര്യൻ്റെ വെളിച്ചമൊക്കെ അവിടെ ഉണ്ട്, ആത്മീക ഇരുട്ടിൽ കിടന്ന ജനമായിരുന്നു കർത്താവിൻ്റെ ശിഷ്യന്മാരെ. ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിൽ വെളിച്ചമായപ്പോൾ എന്ത് ചെയ്യണം? കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സെബുലൂൻ നാഫ്താലി ദേശവും കടൽക്കരയിലെ യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുളിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിൽ. അപ്പോൾ ഇരുളിലിരിക്കുന്നവർ മരണത്തിൻ്റെ നിഴലിലിരുന്നവരാ. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അതിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു വ്യാഖ്യാനം എങ്ങനെ കൊടുക്കാം? സെബുലൂൻ ദേശം, നാഫ്താലി ദേശം, ഗലീല, യോർദാനക്കരയുള്ള കടൽക്കര, ഇങ്ങനെ ആത്മീക അന്ധതയിൽ കിടന്ന ആ ദേശങ്ങളിൽ ദൈവപുത്രൻ്റെ കാൽപ്പാടുകൾ ചവിട്ടി നടന്നു. കർത്താവ് പ്രസംഗിച്ചു. കർത്താവ് അവിടെ നിന്ന് ചിലരെ വേർതിരിച്ചു, കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കി മാറ്റി. തന്നിമിത്തം ഈ ആത്മീക പ്രകാശം, ഈ ആത്മീക വെളിച്ചം ലോകം മുഴുവൻ പടരുവാനിടയായിത്തീർന്നു. ഈ പ്രകാശം പരത്തപ്പെടാനിടയായിത്തീർന്നു. ലോകം മുഴുവൻ അന്ധതയിൽ കിടന്ന കാലഘട്ടത്ത് ദൈവപുത്രൻ വന്ന് ഗലീല, നാഫ്താലി ദേശങ്ങളിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവിടെ വചനം പ്രസംഗിച്ച് അവരെ ശിഷ്യരാക്കി വളർത്തി, അവരെ ദൈവവചനം പഠിപ്പിച്ച്, സ്തോത്രം, മുമ്പ് നിങ്ങൾ ഇല്ലായിരുന്നു, ഇപ്പോൾ വെളിച്ചമാകുന്നു. ആ ഇരുണ്ട ദേശത്ത് നിന്ന് കുറേ പേരെ തിരഞ്ഞെടുത്ത് ശിഷ്യന്മാരാക്കി ദൈവവചനം പഠിപ്പിച്ചപ്പോൾ അവരോട് കർത്താവ് പറയുക, ഇപ്പോൾ നിങ്ങൾ വെളിച്ചമാകുന്നു. മുമ്പ് ഇരുളായിരുന്നു, ഇപ്പോൾ വെളിച്ചമാകുന്നു. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആത്മീകമായ ആ വെളിച്ചം ലോകം മുഴുവനും പോയി പരത്തുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഉണ്ടായത്. ഇന്നത്തെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഗുണം പിടിക്കാത്തൊരു വർഗമായി ക്രിസ്ത്യാനികൾ തീർന്നിരിക്കുന്നു. ക്രിസ്ത്യാനിയുടെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കാത്തത് കൊണ്ട്, കർത്താവിൻ്റെ അരുളപ്പാടുകൾ ജനത്തിന് പകർന്നു കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടായ ക്രിസ്ത്യാനികളെല്ലാം ഒരു ഗുണനിലവാരമില്ലാത്ത ക്രിസ്ത്യാനികളായി മാറി. ഞാനും നിങ്ങളും അങ്ങനെയുള്ളവരായിരുന്നു. എന്നാൽ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. ദൈവം നമ്മെ വീണ്ടെടുത്തു. ദൈവം നമ്മെ ദത്തെടുത്തു. ദൈവം നമ്മെ പേർ ചൊല്ലി വിളിച്ചു. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നു. തൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ കൃപ നൽകി. അങ്ങനെ നമ്മൾ ദൈവ മക്കളായി തീർന്നു. വെളിച്ചത്തിൻ്റെ മക്കളായി തീർന്നു. വെളിച്ചമുള്ളവരായി തീർന്നു. ഇരുട്ടിൽ തപ്പിക്കിടക്കുന്ന ജനമാണ് നല്ലൊരു ശതമാനവും. ഭൂമിയിൽ കിടക്കുന്ന ജനം മുഴുവൻ ഇരുട്ടിൽ കിടക്കുന്നവരാണ്. ആത്മീയ ഇരുട്ടിൽ കിടക്കുന്നവരാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് കർത്താവ് പറഞ്ഞു. അതങ്ങനെ തന്നെ സംഭവിച്ചു. 12 ശിഷ്യന്മാരിൽ ആത്മീയ വെളിച്ചം അവരിൽ സ്തോത്രം കർത്താവ് നൽകിക്കൊടുത്തു. ആ വെളിച്ചം ലോകം മുഴുവനും അവരെ പരത്തുവാനിടയായി തീർന്നു. ഇന്നത്തെ ഗുണമില്ലാത്ത ക്രിസ്ത്യാനികൾ നിമിത്തം ഈ വെളിച്ചം മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല. കാരണം വിശ്വാസികൾ വെളിച്ചത്തിലല്ല ജീവിക്കുന്നത്, ഇരുട്ടിൽ ജീവിക്കുന്ന വിശ്വാസികളാണ് ബഹുഭൂരിപക്ഷവും. ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുട്ടിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പ്രവൃത്തി എന്ന് പഠിച്ചാൽ മതി.
ഇരുട്ട് സാത്താൻ്റെ നിഴലായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുട്ടിൽ കഴിയേണ്ടവരല്ല, നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. സൂര്യനിൽ നിന്ന് പ്രകാശം തട്ടി ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നുള്ള ആത്മീക വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നാം ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായി, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി, അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി കൊരിന്ത് സഭ തീർന്നതുപോലെ നമ്മൾ തീരേണ്ടവരാണ്. നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ അതിനെല്ലാം കോട്ടം സംഭവിച്ചിരിക്കുക. പുതിയ നിയമസഭ ഇനി ഉണ്ടായി വരണമെന്നാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഉള്ളതൊക്കെ സഭകളാണെന്ന് ചോദിച്ചാൽ സഭയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബഹുഭൂരിപക്ഷം സഭകളും നമുക്ക് യഥാർത്ഥ സഭകളോട് തുലനപ്പെടുത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ല. സഭകളെന്നും പറഞ്ഞ ഒരു കൂട്ടങ്ങളാണ്, വെറും കൂട്ടം. തമിഴിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കൂട്ടം പോട്ടിருக்கு. എത്ര പോട്ടിருக்கு? 1000, 2000, 3000, 4000, 5000, 10,000, 10,000 ഒക്കെ പോട്ടിருக்கு. കൂട്ടം. മറ്റുള്ളവർക്ക് കാശുണ്ടാക്കാനുള്ള കൂട്ടം. ഒരു ഗുണവുമില്ല. അതുകൊണ്ട് 10 പേരാണെങ്കിൽ 10 പേരെ, 2 പേരാണെങ്കിൽ 2 പേരെ ദൈവവചനം പഠിപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്നെങ്കിൽ അതാണ് ശുശ്രൂഷ എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവ് പറഞ്ഞു 2 or 3 പേർ എല്ലാ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിലുണ്ട്. 1000 പേര് 500 പേര് വരാമെന്നുള്ളത് കൂടി വരാമെന്നല്ല പറഞ്ഞത്. അത് വരാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 500 പേര് വന്ന് 5 പേരും 10 ദിവസത്തെ പ്രാർത്ഥന ജീവിക്കാനാണോ വരുന്നത്? അല്ലെങ്കിൽ ഈ വചനം അവരെ പഠിപ്പിക്കുന്നുണ്ടോ? പത്യവചനം പത്യപ്രദേശം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പാട്ട് പാട്ടിലാക്കിയല്ലേ, ഊതിയിട്ട് ഉന്തിയിട്ട് കുറപ്പിച്ച് ചിരിപ്പിച്ച് ഛർദ്ദിപ്പിച്ച് എന്തെല്ലാം കോനാമ്പിച്ചുകൾ കാട്ടിക്കൂട്ടിട്ടാണ് ജനത്തെ മുമ്പോട്ട് നയിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ട് പാസ്റ്ററെ നടത്തുന്നവർക്ക്? അതുകൊണ്ട് നമുക്കെന്താ കാര്യം? നമ്മളെല്ലാം നാശത്തിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വെളിച്ചത്തിൽ വസിക്കുന്നവരായി തീരണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലെ ഒരു വിഷയം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു. നമുക്കതൊന്ന് നോക്കാം. സ്തോത്രം. 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് ശക്തമായി പഠിച്ച ഭാഗങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം. സ്തോത്രം. നാലാം വാക്യം മുതൽ വായിക്കുന്നു. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങൾ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. രാത്രിക്കും ഇരുട്ടിലുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് നാം സുബോധമായിരിക്കുക. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ വരവിൻ്റെ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ആത്മീയ അന്ധതയിൽ ജീവിച്ചാൽ കർത്താവിൻ്റെ വരവിൻ്റെ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിക്കുമെന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. പൗലോസിൻ്റെ പഠിപ്പിക്കലൊക്കെ വളരെ മനോഹരമാണ്. വചനം പഠിപ്പിക്കുന്നവർക്കത് മനോഹരമാണ്, പഠിക്കുന്നവർക്ക് മനോഹരമാണ്. അല്ലാത്തവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്ക് ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ബലമാണ്, ദൈവത്തിൻ്റെ ആലോചനകളാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എഫേസ്യ ലേഖനത്തിൽ ഒരു പ്രയോഗമുണ്ട്, വെളിച്ചത്തിൻ്റെ ഫലമുള്ളവരായിത്തീരണം. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നു. സ്തോത്രം. അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായം എഫേസ്യ ലേഖനം ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൻ്റെ 20 വാക്യങ്ങൾ. നിങ്ങളോ യേശുവിൽ ഉപദേശം ലഭിച്ചു, അവനെക്കുറിച്ച് ഉപദേശം കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു.
അത് എഫേസ്യർ 4 പുതിയ മനുഷ്യൻ്റെ അവസ്ഥ. എഫേസ്യർ 4 20, 21, 22, 23, 24 ഇനി അവരുടെ അവസ്ഥയെക്കുറിച്ച് എഫേസ്യർ 4 8 മുതൽ പറയുന്നു. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിന് വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് പുതിയ മനുഷ്യരായ നമ്മൾ എന്ത് ചെയ്യണം? വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളണം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ ലജ്ജയാകുന്നു. അവർ ശാസിക്കുമ്പോഴോ സകലത്തെക്കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. 14 വാക്യം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പം നമ്മളിൽ പ്രകാശിക്കേണ്ടത് ക്രിസ്തുവാണ്. കൊരിന്ത് സഭ 1 ലേഖനം 3 അധ്യായത്തിൽ തമ്മിത്തൊല്ലി വഴക്കുണ്ടാക്കി ജഡീകന്മാരായി കിടന്ന കൊരിന്ത് സഭ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിച്ച് 2 ലേഖനം 3 അധ്യായം ആയപ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ പത്രങ്ങളായി. പിന്നെയും പഠനം തുടർന്ന് ഒരു ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ഇതല്ലേ നമുക്ക് വേണ്ടത്? ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് വേണ്ടത് ഇതല്ലേ എന്നെ ചോദ്യം. മറ്റൊന്നാണോ? ഇതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. യെരുശലേം ദേവാലയം പോലെ കള്ളക്കച്ചവടവും പിന്നെ എന്തൊക്കെയാ നടക്കുന്നത്? ജനറൽ കൺവെൻഷന് പോകണം കുമ്പനാട്ട്. എന്തിനാ? കല്യാണാലോചനയ്ക്ക്, വേദോസ്തവം വായിക്കാൻ, അല്ല വാങ്ങാൻ, പിന്നെ ബെഡ്ഷീറ്റ് വായിക്കാൻ, ചട്ടിയും കലവും വാങ്ങാൻ, കല്യാണ നിശ്ചയം നടത്താൻ വിശ്വാസികൾ കൂടി വരുന്നൊരു സ്ഥലമാണ്. അവിടെ നടക്കുന്നതൊന്നും പ്രിയമുള്ളവരെ ദൈവവചനത്തിൻ്റെ പ്രഘോഷണങ്ങൾ വളരെ കുറവാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇന്ന് അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളന്മാരുടെ ഗുഹയായി മാറി ബഹുഭൂരിപക്ഷം സംഘങ്ങളും കൂട്ടങ്ങളും ശുശ്രൂഷാവൃന്ദങ്ങളും. ഇതിൻ്റെ ഇടയിൽ നിന്ന് പുതിയ നിയമസഭ രൂപപ്പെട്ടു വരണം. ഈ കൂട്ടരുടെ ഇടയിൽ നിന്ന് ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റ് വരും. ദൈവം അവരെ ഉണർത്തിയെടുക്കും. അങ്ങനെ പലരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. ഈ സത്യവചനം പത്യവചനം കേട്ട് യഥാർത്ഥ ദൈവസഭ വെളിപ്പെടാൻ പോകുകയാണ്. വല്ല രക്ഷയും വരണോ, വല്ല ഗുണവും വരണോ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് കീഴ്പ്പെടുക, അത് കേൾക്കുക, അതനുസരിക്കുക. അങ്ങനെയായാൽ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തെക്കുറിച്ച് യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്ന് നമ്മൾ ഓർത്തോണം. ഹല്ലേലൂയ. ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇനി 12 വാക്യം വായിക്കാം. 2:12. ആ ആ അപ്പം നമുക്ക് പാപം മോചിച്ചു കർത്താവ്. പാപം നമുക്ക് മോചിച്ചു. എബ്രായ ലേഖനത്തിൽ ആ ഒരു പദം കിടപ്പുണ്ട്. നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. സ്തോത്രം. എൻ്റെ ഒന്നുകൂടെ വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എത്ര വ്യക്തമായി കൃത്യമായി പുതിയ നിയമത്തെക്കുറിച്ച് കൃത്യമായ വെളിപ്പാടാണ് പൗലോസ് പറയുന്നത്. പണ്ട് ഭാഗമായിട്ട് വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ന്യായപ്രമാണ കാലഘട്ടത്തിലും നിഷ്പാപ യുഗത്തിലും സ്തോത്രം, പിന്നെ മാനുഷിക ഭരണയുഗത്തിലും 6-7 യുഗങ്ങളിലൊക്കെ ആ ഓരോ നിലയിൽ ദൈവം അവരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നു. അന്ത്യകാലം കൃപായുഗത്തെക്കുറിച്ച് പറയുക. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അന്ത്യകാലം പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. ഈ അരുളപ്പാട് ആർക്ക് വേണം? യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. ഇവിടെ ഒരു പ്രധാന വിഷയം നമ്മൾ ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ അരുളപ്പാട് ഏറ്റുവാങ്ങിയ ഒരു ഗ്രൂപ്പാണ് ആദിമ അപ്പോസ്തലന്മാർ. നമ്മുടെ ഒരു 20 തലമുറ 25 തലമുറയോളം ഇല്ലാതിരുന്ന കാലഘട്ടമാണെന്ന് ഓർത്തോണം. സ്തോത്രം. ആ 25 തലമുറ കഴിഞ്ഞാണ് നമ്മളായി വന്നിരിക്കുന്നത്.
അപ്പോൾ 25 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു തലമുറയായ ഗലീലാ ദേശത്തുള്ള കർത്താവിൻ്റെ ശിഷ്യന്മാരോടാണ് ദൈവം സംസാരിച്ചത്, ഇടപെട്ടത്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത്. നിങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. അപ്പോൾ അവരെയായി വചനം പരമേൽപ്പിച്ചത്, അവരാണത് ഏറ്റെടുത്തത്. പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. പുതിയ നിയമസഭയുടെ അരുളപ്പാടുകൾ അപ്പോസ്തലന്മാർക്കാണ് കൊടുത്തത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പഠിപ്പിക്കുന്നത്. പിതാവേ, നീ എനിക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ അരുളപ്പാടുകൾ അവരാണ് ഏറ്റെടുത്തത്. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം സ്തോത്രം, ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായിത്തീരുകയും ചെയ്തു. അപ്പോൾ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. ഇവിടെ 1 യോഹന്നാൻ 2:12 നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപം മോചിച്ചിരിക്കയാൽ പാപമോചനം നടന്നു. മർക്കോസ് 2:5-10 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധേയമായ പഠനങ്ങളാണ്. മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ദുഷ്ടനെ ജയിച്ചവരാണ് പുതിയ നിയമസഭ. ഇന്നത്തെ സഭയെക്കുറിച്ചല്ല പറയുന്ന, അന്നത്തെ സഭ. ഇന്നത്തെ സഭയെ ദുഷ്ടൻ ജയിച്ചിരിക്കുക എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ നടത്തുമ്പോൾ അടിയും കൊള്ളയും കൊള്ളിവയ്പ്പും ഒക്കെ നടത്തുമ്പോൾ പിന്നെ ദുഷ്ടൻ നമ്മളെ ജയിക്കുകയല്ലേ ചെയ്ത്. പന്തൽ കിട്ടിയവൻ്റെ 3 ലക്ഷം അടിച്ചു മാറ്റിയപ്പോൾ ആരാ ജയിച്ചത്? വിശ്വാസികളുടെ മേൽ പിശാച് ജയം എടുക്കുക ചെയ്ത്. എല്ലാം എന്താ? 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം കോടതി, വഴക്ക്, കേസ് എല്ലാം അന്യായം ചെയ്യുന്നവരാണ്. ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് എഴുതി വെച്ചിട്ട് നമ്മളിപ്പോൾ കോടതിയും കേസും വഴക്കും വക്കവണമായിട്ട് നടക്കുമ്പോൾ ദുഷ്ടൻ സഭയെ ജയിച്ചിരിക്കുകയല്ലേ? ഒരു തിരുത്തലുണ്ടാകണം. ഇടയ്ക്കൊരു പാസ് പറഞ്ഞു കേട്ടല്ലോ, പാവമോചനത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കാറില്ല, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആരും പ്രസംഗിക്കാറില്ല. ജനത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുക. ജനത്തിന് ഇഷ്ടമുള്ളത് എന്താ? അനുഗ്രഹം, നന്മ, വിടുതൽ, സൗഖ്യം. ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന് സാത്താൻ ഇതൊക്കെ അതാത് സമയത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. ദൈവം കൊടുക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. കഷ്ടം അനുഭവിപ്പാൻ വരം നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഷ്ടത ശാപം എന്നൊരു ഉപദേശം പറഞ്ഞാൽ ഏത് ഉപദേശം നമ്മൾ എടുക്കേണ്ടത്? കഷ്ടത ശാപം എന്ന് പറയുന്നത്. കഷ്ടതയെ പത്സിക്കുന്ന ഉപദേശിമാരുണ്ടല്ലോ കേരളക്കരയിൽ. പത്സിച്ച് കോടികൾ സമ്പാദിച്ച് ഞെളിഞ്ഞിരുന്നുകൊണ്ട് പറയുക ഞങ്ങൾ കിട്ടുന്നതിൽ മുഴുവൻ ടാക്സ് കൊടുക്കുന്നുണ്ടെന്ന്. 2 മുഖ്യന്മാരിരുന്ന് പറയുക, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്ത് പട്ടിണി കിടന്ന് ചെയ്ത് അവസാനം റോമൻ സാമ്രാജ്യം അവരെ തല്ലിക്കൊന്നു. തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. വേണമെങ്കിൽ ആ ഭാഗം എടുത്തെന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:9, 10 വിട്ടിട്ട് 11, 12, 13 ഇത്രയും വാക്യങ്ങൾ വായിച്ചേ. 1 കൊരിന്ത്യർ 4 പെട്ടെന്ന് വായിക്കണേ. 1 കൊരിന്ത്യർ 4 ഈ 9-ാം വാക്യം വായിച്ചേ. ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാണ്. അപ്പം ആദിമ അപ്പോസ്തലന്മാർ, ആദിമ ശിഷ്യന്മാർ ലോകത്തിന് കൂത്തുകാഴ്ചയായി, ദൈവം ഭാഗം ഒരു മാന്യന്മാരായി. ഇന്നത്തെ പാസ്റ്റർമാർ എന്ത് കൂത്തുകാഴ്ചയായെന്ന് പറയണത്? മന്ത്രി പാസ്റ്ററിൻ്റെ കഴുത്തെ കൈവിട്ട് നടക്കുക, തോളി കൈവിട്ട് നടക്കുക, പാസ്റ്ററും അങ്ങോട്ട് നടക്കുക. പാസ്റ്റർമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഊഴം കാത്തിരിക്കുക, MLA ആകാനും മന്ത്രിയാകാനും. കാരണം എന്താ? ഇഷ്ടംപോലെ കാശുണ്ടാക്കാം, സുഖിക്കാം. ആദ്യം അപ്പോസ്തലന്മാർ എങ്ങനെയായിരുന്നു? 9-ാം വാക്യം,
ഞങ്ങൾ ലോകത്തിനും ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുകയാണ്. ഇനി 11-ാം വാക്യം. ഈ നാഴിക വരെ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. ഉപദ്രവം കേട്ടിട്ട് സഹിക്കുന്നു. ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു. ഞങ്ങൾ ലോകത്തിന്റെ ചവറ് പോലെയും ഇന്നുവരെയും സകലത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ അഴുക്കായി തീർന്നിരിക്കുക. ഞങ്ങൾ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക. ഞങ്ങൾ മറ്റുള്ള മുമ്പിൽ വിമർശിക്കപ്പെടുക. ഇന്ന് പാസ്റ്റർമാർ വിമർശിക്കപ്പെടുകയല്ല, പാസ്റ്റർമാർ മന്ത്രിമാരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കസേര ഇട്ട് കൊടുക്കുക. ഈ പാസ്റ്ററിന്റെ കീഴിലുള്ളവരുടെ വോട്ട് കിട്ടണമെങ്കിൽ അതേ ഉള്ളൂ വഴി. പാസ്റ്റർ വോട്ട് കൊടുക്കാനും വേണമെങ്കിൽ മന്ത്രിയാകാനും തയ്യാറായിട്ട് നിൽക്കുക. അതിനുവേണ്ടി ഉപവാസം കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒരു മന്ത്രിയായി കിട്ടാൻ, ഒരു MLA ആയി കിട്ടാൻ, ഒരു ജനപ്രതിനിധിയായി കിട്ടാൻ. എന്നിട്ട് വേണമല്ലോ വിശ്വാസികളിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ 100 മടങ്ങ് ഇവിടെ നിന്ന് മേടിച്ചെടുക്കാൻ. അങ്ങനെ രാഷ്ട്രീയക്കാരങ്ങനെയല്ലേ കാശുണ്ടാക്കിയേക്കുന്നത്. ഇലക്ഷൻ നടക്കുമ്പോൾ സ്വത്ത് വിവരണം വെളിപ്പെടുത്തുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാശിന് പോക്കില്ലാതെ കഞ്ഞി കുടിച്ച് കിടന്നവനൊക്കെ 13 കോടി 14 കോടിയൊക്കെ സ്വത്ത് വിവരണം. ഇതെവിടെ നിന്ന് കിട്ടി കാശ്? മുഖ്യമന്ത്രി ആയിരുന്നവരുടെയൊക്കെ പിതാക്കന്മാർ ജീവിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. തെങ്ങ് കയറിയും അടക്കാമരത്തിൽ കയറി കിടന്നവരൊക്കെ ഇപ്പോൾ 100 കോടി 150 കോടി 500 കോടി 1000 കോടി 3000 കോടി 10000 കോടി ഇതെവിടെ നിന്ന് കിട്ടി? പാസ്റ്റർമാരുടെ ആസ്തി 16000 കോടി ഇതെവിടെ നിന്ന് കിട്ടി? കേരളക്കരയെ കുറേ പേര് കിടപ്പുണ്ട്. 5000 10000 3000 കോടിയൊക്കെ എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ ഇതെങ്ങനെ ഉണ്ടായി? ഈ സ്വത്തൊക്കെ അധികൃത സ്വത്തല്ലേ ഇതൊക്കെ? ഇത് വ്യാജമല്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നേ. ഞാനീ പറയുന്നത് കട്ടിയാണ്, ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് പറഞ്ഞങ്ങ് തൊലയാനാണ് നമ്മുടെ വിധിയെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദിമ അപ്പോസ്തലന്മാർ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചാണ് അവർ വളർന്നത്. വയലിൻ്റെ വരമ്പത്തൂടി നടന്നപ്പോൾ കതിര് പറിച്ച് തിന്നു. എന്തിനാ കതിര് പറിച്ച് തിന്നത്? ഒരു ഷോയ്ക്കല്ല, വിശപ്പ് മാറ്റാൻ. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയോ ഭാഗം. ഇപ്പം നമുക്ക് എന്ത് തിന്നണം തോന്നി അപ്പം തിന്നുകയല്ലേ ചെയ്യണത്. ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അപ്പം ബിരിയാണി വെച്ച് തിന്നു അല്ലേ? പിസ്ത വേണമെങ്കിൽ പിസ്ത, പിന്നെ കുഴിമന്തി വേണമെങ്കിൽ കുഴിമന്തി, പിന്നെ കപ്സ വേണമെങ്കിൽ കപ്സ, ഉപ്പൂസും കോഴിക്കറിയും വേണമെങ്കിൽ അത്, എന്ത് വേണമെന്ന് വെച്ചാൽ അപ്പോൾ പോയി കഴിക്കുക ചെയ്യുന്നത്. ആത്മീയമായിട്ടോ കണ്ട ചപ്പും ചവറും ചീഞ്ഞതും പുളിച്ചതും വളിച്ചതും ഒക്കെ തിന്ന് ആത്മീയമായി ICU കിടക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതിൽ. ആത്മീയ മനുഷ്യൻ്റെ കാര്യമാണ് പറയണം കേട്ടോ. ഓർമ്മയുള്ളവർ നല്ല കുട്ടപ്പനായിട്ടിരിക്കുക, ലൈബ്രറി ക്ലാസ്സൊക്കെ വെച്ച് മടങ്ങാത്ത പേഴ്സും ഒക്കെ വെച്ച് ഇങ്ങനെ നടക്കുക. ആത്മീക കുരുടന്മാർ, ആത്മീക ദരിദ്രന്മാർ, ആത്മീക നഗ്നന്മാർ, ഇവർ മടങ്ങി വന്നേ മതിയാകൂ. ദൈവസന്നിധിയിലേക്ക് ഇവർ മടങ്ങി വരണം. ഇല്ലെങ്കിൽ ഇവർക്ക് നിത്യതയില്ല, സ്വർഗരാജ്യമില്ല. പണം ഉള്ളതും സാമ്പത്തിക ശേഷിയുള്ളതൊക്കെ നമുക്ക് വേണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആകരുതെന്നൊന്നും ഞാൻ പറയാറില്ല. ഈ കാശൊക്കെ വാങ്ങി വെച്ചിട്ട് അധികൃതമായി ഉണ്ടാക്കി വെച്ചിട്ട് എന്തൊക്കെ പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ വിമർശിക്കുന്നത്. അല്ല പൈസ ഉള്ളതൊന്നും പാപമാണോ? 10 ചക്രം കൈ കിട്ടിയാൽ വേണ്ടെന്നൊന്നുമല്ല. യോഗ്യമായി മാന്യമായ നിലയിൽ നമ്മളുണ്ടാക്കുന്ന പണങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അത് അധികൃതമായിട്ടുണ്ടാക്കാനും പാടില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട്. സാർ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒരു ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കിടക്കുന്നു. അതിന് വ്യാഖ്യാനങ്ങളൊക്കെ പലതുമുണ്ട്. ഞാനതിന് ഈ വചനത്തിലൂടെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് മാത്രമേ അതിന് കർത്താവ് പറയുന്നത്, നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം കോടിക്കണക്കിനുണ്ടാക്കി വെച്ചാൽ നിക്ഷേപം അവിടെ ഇരിക്കുന്നേ, സംശയമില്ലെന്ന കാര്യത്തിലേ. എങ്ങനെ അറിയാം? അനേകരെ ഞാൻ കണ്ടു പഠിച്ചിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. സമ്പത്ത് വർദ്ധിച്ച് അതിൽ മനസ്സ് വെച്ച് നശിച്ച് നരകാഗ്നിയിലേക്ക് പോയ ഭക്തന്മാരുടെ ഒരു വലിയ ലിസ്റ്റ് എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അതോർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആ ഗതികേട് എനിക്ക് വരാതിരിക്കാൻ,
ആ ഗതികേട് മറ്റുള്ളവർക്ക് വരാതിരിക്കുവാൻ അവരെ ദൈവവചനത്തിലൂടെ പ്രബോധിപ്പിക്കുക ചെയ്യുന്ന പ്രിയമുള്ളവരെ. അതുകൊണ്ടത് നന്നായിട്ട് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ഉള്ളിൽ ദൈവവചനം വസിക്കണം. ഇന്ന് രാവിലെയും കൂടി ആ വാക്യം എൻ്റെ ഉള്ളിൽ വന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇന്ന് അപ്പം കൊണ്ട് ജീവിക്കുന്ന പെന്തക്കോസ്തുകാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക ആത്മീയഗോളം. മീറ്റിംഗ് കഴിയാൻ കാത്തിരിക്കുക ചാപ്പാടിക്കാൻ, ബൈബിൾ സ്റ്റഡി കഴിയാൻ കാത്തിരിക്കുക ചാപ്പാടിക്കാൻ. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദേവദാസൻ അനുഗ്രഹീതമായ വചനത്തിൻ്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഉപദേശിമാർ എൻ്റെ ഇടയ്ക്ക് വരും. അപ്പം ഞാൻ അസിസ്റ്റൻ്റായിട്ട് ഞാനാണ് കൂടെ ഇരിക്കുന്നത്. ഞാൻ പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നില്ല. വചനം വായിച്ചു കൊടുക്കുക, പ്രബോധിപ്പിക്കുക, കൂടെ നിന്നൊക്കെ ശുശ്രൂഷ ചെയ്യുക. അപ്പം ഞാൻ നോക്കുമ്പോൾ വലിയ വലിയ ഇൻ്റർനാഷണൽ പാസ്റ്റർമാരൊക്കെ ചിലരൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അവരവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഇങ്ങനെ ഞോണ്ടി കളിക്കുക. വയറ്റത്ത് കാറ്റ് കയറിയെന്ന്. ഇവിടെ നല്ല സ്വർഗീയ മർമ്മം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, വയറ്റത്ത് കാറ്റ് കയറിയെന്നും പറഞ്ഞ് തോണ്ടി വിളിക്കും. അങ്ങനെ പ്രസംഗം നിർത്തിച്ച സമയങ്ങൾ വരെ ഉണ്ട്. ദേവദാസൻ പറയുന്ന വാക്കുകൾ ഒരു 10 അരമണിക്കൂറോ കൂടുതൽ കേട്ടിരുന്ന എന്താ സംഭവം? ചത്തൊന്നും പോകില്ലല്ലോ. അവർക്ക് ആ സമയമാകുമ്പോൾ ചാപ്പാടിക്കണം. എന്തായി പറയുന്നു? ദൈവമക്കളെ, ഫുഡ് കഴിക്കുന്നതിനൊന്നും ഞാനെതിരല്ല. ആത്മീകമായ ആഹാരം കഴിക്കുന്നതിൽ നമ്മൾ എത്രത്തോളം ഉത്സുകരാണ്. ദൈവവചനമാകുന്ന മന്ന ഭക്ഷിക്കുന്നവരിൽ നമ്മൾ എത്ര ഉത്സാഹമുള്ളവരാണ്. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ അവർ നടത്തിയല്ലോ. സങ്കീർത്തന പുസ്തകത്തിൽ അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, സ്വർഗീയ ഭോജ്യം തിന്നു, സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മന്ന തിന്നു, കാടപ്പക്ഷി തിന്നു. ദൈവം കൊടുത്ത മന്നയും കാടപ്പക്ഷിയും പാറ പൊട്ടിച്ചുള്ള വെള്ളവും എല്ലാം അവരിഷ്ടം പോലെ ഭക്ഷിച്ചു. ഞാൻ പഠിച്ചത് അവരിൽ ഒരു ബലഹീനനുമില്ലായിരുന്നു. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെ ബലഹീനൻ ലോകത്ത് വേറെ ഉണ്ടോ? ഹല്ലേലൂയ. എന്താ കാര്യം? ഈ മന്ന തിന്നുന്നില്ല, ജീവന്റെ വചനങ്ങൾ ഭക്ഷിക്കുന്നില്ല. ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആത്മാവും ജീവനുമാകുന്ന മന്ന അതാത് സമയങ്ങളിൽ ഇടപെട്ട് ഭക്ഷിക്കണം. ആത്മാവിനെ പാനം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കും. അതാ പൗലോസ് ഞങ്ങളുടെ പുറമെയുള്ളവൻ നാൾക്ക് നാൾ ജയിച്ചു പോകുന്നെങ്കിലും അകമെയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു.